ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ താർ റോക്സിന്റെ MX-1 ബേസ് വേരിയന്റ് ആണിത്. 15,70,50,000 രൂപയാണ് ഇതിന്റെ പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസലിലേക്ക് വന്നാൽ 17,35,000 രൂപ. ഇപ്പൊ നിങ്ങൾ ബ്രസയുടെ ടോപ്പ് എൻഡ്, നെക്സോൺ ടോപ്പ് എൻഡ്, XUV 3X ഒക്കെ ടോപ്പ് എൻഡ് നോക്കുന്നവര്, ടോപ്പ് എൻഡ് മാനുവൽ നോക്കുന്നവർക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്ന വാഹനമാണ് താർ റോക്സിന്റെ ഈ ബേസ് വേരിയന്റ്. ഈ വാഹനങ്ങളുടെ ടോപ്പ് എൻഡിന്റെ പ്രൈസ് ഈ ഒരു ബിഗ് സൈസ് SUVക്ക് വരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പൊ ക്രെറ്റ, സെൽട്ടോസ് ഒക്കെ നോക്കുന്നവരുടെ സെക്കൻഡ് വേരിയന്റിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഈ ഒരു ബേസ് വേരിയന്റിന് വരുന്നുള്ളൂ. ഇതിപ്പോ താർ റോക്സിന്റെ ബേസ് വേരിയന്റ് ആണ് എങ്കിലും ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. താർ റോക്സില് വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഒരു ബേസ് വേരിയന്റ് ആണ്. ശരിക്കും AX5 ലക്ഷറി വേരിയന്റ് ആണ് എന്റെ അഭിപ്രായത്തിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ്. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തൊരു വാഹനമാണ് ഈ ഒരു താർ റോക്സ്. ഇപ്പോ നിങ്ങൾ ആ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ ഇതിന്റെ ലുക്ക് ശരിക്കും ഒരു AX5 വേരിയന്റ് അല്ലെങ്കിൽ MX5 വേരിയന്റ് ലുക്കാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. താർ റോക്സ് MX-1 ബേസ് വേരിയന്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ ഇത് ആരും ഒരു ബേസ് വേരിയന്റ് കാറാണെന്ന് പറയില്ല. അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ ചെയ്തപ്പോൾ ഇതിന്റെ ഒരു ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ലുക്കിലേക്ക് ഈ വാഹനം കൺവേർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഒന്നല്ലെങ്കിൽ താർ റോക്സിൽ നിങ്ങൾ ഫുൾ ബ്ലാക്ക് കളർ എടുക്കുക, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് റെഡ് എടുക്കുക. എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് കളറുകളാണ് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ്, നല്ലൊരു SUV ലുക്കും ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. ഇപ്പൊ ക്രെറ്റയുടെ ഒക്കെ സെക്കൻഡ് വേരിയന്റ് അല്ലെങ്കിൽ ബേസ് വേരിയന്റ്, സെൽറ്റോസിന്റെ സെക്കൻഡ് വേരിയന്റ് അല്ലെങ്കിൽ ബേസ് വേരിയന്റ് ഒക്കെ എടുക്കാൻ നോക്കുന്നവർ തീർച്ചയായിട്ടും വന്ന് ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്തു നോക്കേണ്ട ഒരു വാഹനമാണ് റോക്സിന്റെ ഈ ഒരു MX-1 വേരിയന്റ്. കാരണം ആ ഒരു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി വൺ ഓഫ് ദ ബിഗസ്റ്റ് കാർ ഈ സെഗ്മെന്റിലെ താർ റോക്സ് ആണ്. അതുപോലെ തന്നെ ഒരു പക്ക SUV എന്ന് നമുക്ക് പറയാവുന്ന ഒരു വാഹനവും താറിന്റെ ഈ റോക്സ് തന്നെയാണ്. ഇപ്പോ താറിന്റെ തന്നെ 3 ഡോർ ടോപ്പ് എൻഡിന്റെ ഒക്കെ പ്രൈസിന് നിങ്ങൾക്ക് താർ റോക്സിന്റെ MX-3 ഓട്ടോമാറ്റിക് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോ ഒരു 4x4 ഒക്കെ എടുക്കുന്നവർ എത്ര പ്രാവശ്യം വാഹനം കൊണ്ട് ഓഫ് റോഡ് പോകുന്നൊക്കെ നമ്മളൊന്ന് തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോ 3 ഡോറിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് റോക്സ്. ഈ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ നോട്ടത്തിൽ ആരും ബേസ് വേരിയന്റ് ആണെന്ന് പറയില്ല. ഇതിപ്പോ ഈ ഒരു അലോയ്സ് ഒക്കെ ആക്സസറൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് എൻഡ് അല്ലെങ്കിൽ ഒരു MX-5 AX5 ലക്ഷറിയുടെ ഒക്കെ ലുക്കാണ് ലഭിക്കുന്നത്. ഇപ്പൊ ഇതിലെ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു DRL ഈ വേരിയന്റിൽ ഫംഗ്ഷനലല്ല, അത് MX-5 വേരിയന്റോട്ടാണ് ഫംഗ്ഷനലാവുള്ളൂ. ഇപ്പോൾ എറണാകുളത്തൊക്കെ പല ആക്സസറി ഷോപ്പിലും ഈ ഒരു DRLും കൂടിയും അവര് ആക്സസറി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ DRL ഒക്കെ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ പക്ക MX-5 ലുക്കിലേക്ക് മാറും. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ DRL എന്ന് പറയാവുന്ന ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റുകൾ കാണാം. ഇത് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്താണ്. ഏകദേശം 4,000 രൂപ അടുത്താണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. LED ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ബെമ്പർ കാര്യങ്ങളൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. MX-3 വേരിയന്റോട്ട് നോക്കി ഈ ഒരു പോർഷൻ വൈറ്റ് ഫിനിഷിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 226 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഈ ഒരു കാണുന്ന ഒരു സ്പിറ്റ് പ്ലേറ്റ് ഇത് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു MX-5 വേരിയന്റ് തന്നെയാണ്. കാരണം ഈ അലോയ്സ് ആണ്. ഏകദേശം 70,000 രൂപയാണ് ഈ ഒരു അലോയ്സിന് നമുക്ക് കോസ്റ്റ് വരിക. ഈ ഷോറൂമിൽ നിന്ന് തന്നെ അലോയ്സ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് നമുക്ക് അത് ഇൻഷുറൻസിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വണ്ടി എന്തെങ്കിലും തട്ടുമുട്ടൊക്കെ പറ്റി ഒരു അലോയ്സിന് കംപ്ലൈന്റ് കിട്ടിയാലും നമുക്ക് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് അത് വാങ്ങാനായിട്ട് പറ്റും. ഇതിപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 255, 65, R18 ആണ് ടയർ സൈസ് വരുന്നത്. അതായത് ബേസ് വേരിയന്റ് തൊട്ട് MX-5 AX5 ലക്ഷറി വരെ സെയിം ടയർ സൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മിഡ് വേരിയന്റിൽ വരുന്ന അലോയ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഡയമണ്ട് കട്ട് അലോയ്സ് തന്നെയാണ്. ഈ ക്യാപ്പും നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങി ഇടേണ്ട ഒരു സംഭവമാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഫെൻഡേഴ്സിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ എൻഡിൽ കാണുന്ന ഈ മൺഗാർഡിന്റെ പോർഷൻ ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോ ചെയ്തില്ല എങ്കിൽ വാഹനത്തിൽ നല്ല രീതിയിലുള്ള ചെളി തെറിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്.
നമ്മുടെ ഈ ഫുഡ് സ്റ്റെപ്പ് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. അത് ആക്സസറി ആയിട്ട് ചെയ്തതൊന്നുമല്ല. താർ റോക്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. മിറേഴ്സ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ കാണുന്ന താർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇതിനകത്ത് ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു MX5 വേരിയന്റ് വരെ ഒരു സെയിം ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഈ വേരിയന്റിന് സ്റ്റോക്ക് ആയിട്ട് വരുന്നത് പ്ലെയിൻ ഗ്ലാസുകളാണ്. ഇതിപ്പോ 50% ബ്ലാക്ക് കളറിലേക്ക് ടിന്റ് ചെയ്തിരിക്കുന്ന ഗ്ലാസുകളാണ്. റൂഫ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതിപ്പോ റെഡ് വാഹനം എടുത്തിട്ട് റൂഫ് ബ്ലാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. റൂഫ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസുകളും നമുക്ക് ടിന്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു പോർഷനും ആ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലെ ഈ ഒരു ഫോട്ടോ ഗ്ലാസ്സിലേക്ക് വന്നാലും അത് ഫുൾ ബ്ലാക്ക് അടിക്കാണ്ട് ജസ്റ്റ് ടിന്റ് ചെയ്ത് മാത്രം കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വശങ്ങളിൽ നോക്കുമ്പോൾ ആരും ഇതൊരു ബേസ് വേരിയന്റ് ആണെന്ന് പറയില്ല. ഇപ്പൊ വശങ്ങൾ നോക്കുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക. 4428 mm ആണ് ഇതിന്റെ ഓവറോൾ ലെങ്ത്. വീൽ ബേസ് മാത്രം വരുന്നുണ്ട് 2850 mm. സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള ഒരു വാഹനവും നമ്മളുടെ റോക്സ് തന്നെയാണ്. ഹൈറ്റും നോക്കുകയാണെങ്കിൽ 1923 mm ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ഹൈറ്റ് വരുന്നത്. അതും സെഗ്മെന്റിലെ ബെസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്ന അലോയ്സ് ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞ കോസ്റ്റ് വരുന്നത്. 5 അലോയ്സ് ആയിട്ടാണ് ഇവർ ഇതിനകത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ MX1 വേരിയന്റ് മറ്റു വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് വൈപ്പർ വരുന്നില്ല, ഡിഫോഗർ വരുന്നില്ല, റിവേഴ്സ് ക്യാമറ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റു ലുക്ക് കാര്യങ്ങളെല്ലാം മറ്റു വേരിയന്റുകളുടെ സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ പ്ലെയിൻ ഗ്ലാസുകളാണ്, വൈപ്പർ വാഷൊന്നും തന്നെ വരുന്നില്ല. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ടെയിൽ ലൈറ്റുകളാണ്. അത് എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഹാലജനും ബാക്കി ഫുൾ LED ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പലരും ചേഞ്ച് ചെയ്ത് സ്റ്റോപ്പ് ലൈറ്റ് ഒക്കെ ആക്കുന്നത് കാണാറുണ്ട്. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ ബേസ് വേരിയന്റിൽ വരുന്നത്. ഇതിന് ഒരു റിവേഴ്സ് ക്യാമറ ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ MX5 വേരിയന്റുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ക്യാമറ സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ആക്സസറി ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് താഴത്തേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിലെ ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ താറിന്റെ നമ്മുടെ മറ്റെല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് എന്റെ ബാക്കിലെ ബൂട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇപ്പോൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റ് ബേസ് വേരിയന്റോട്ട് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സെന്റർ പാസഞ്ചർ ഫിക്സഡ് ഹെഡ് റെസ്റ്റും ആണ് വരുന്നത്. വേറെ ബാക്കിലേക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ബൂട്ട് മാറ്റ് മൊത്തം 7000 rupees ആണ് കോസ്റ്റ് ആയിരിക്കുന്നത്. 5D മാറ്റ് ഇതും ആക്സസറി ആയിട്ട് ഇതിന് ചെയ്തിരിക്കുന്നതാണ്. ഈ താർ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ ഗാർഡും ഇതിൽ ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. അപ്പൊ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ആദ്യം ഈ ഗ്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം ബാക്കിലെ ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്ലിപ്പ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഇന്റീരിയർ വരുന്നത്. ടോപ്പ് വശം ബ്ലാക്ക് ഫിനിഷും താഴെ ഒരു വൈറ്റ് ഫിനിഷും അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് ഇപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. അത് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യേണ്ടതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോ 3000 രൂപ 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൺട്രോൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ഇവിടെയും നമുക്ക് ആ താറിന്റെ ബാഡ്ജിങ്ങോട് കൂടി ഒരു സ്റ്റീൽ ഗാർഡ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന താറിന്റെ ബാഡ്ജിങ്ങോട് കൂടിയ ഒരു ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ടർ ഒരു ബ്ലാക്ക് ഫിനിഷിലും ഇന്നർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിലുമാണ് വരുന്നത്. ഇവിടെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അതിന്റെ ഒരു ബാഡ്ജിങ് കാണാം. സീറ്റ് ബേസ് വേരിയന്റ് തൊട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ മാനുവൽ വേരിയന്റ് ആണ്. 3 പെഡലുകൾ കാണാം. ഇതിന്റെ സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയായിട്ടാണ് സ്പീക്കേഴ്സ് വരുന്നത്. 4 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ആ സൈഡിൽ, ബാക്കി 2 ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ, ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കൊടുത്തിരിക്കും. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഒരു MID കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മളുടെ AC വെന്റിന് ചുറ്റെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ നമുക്ക് അകത്തേക്ക് പിടിച്ച് കയറാനായിട്ട് ഒരു ഹാൻഡിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MX1 വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ആരും ഒരു ബേസ് വേരിയന്റ് ആണെന്ന് പറയില്ല. കാരണം നമുക്കൊരു സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് മാനുഫാക്ചേഴ്സിന്റെ ഒരു മിഡ് വേരിയന്റുകളൊക്കെ കാണുന്ന
ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഇതിന്റെ ബേസ് വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം കൊടുത്തിരിക്കുന്നത്, താഴെയെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇതിപ്പോ ബേസ് വേരിയന്റിലോട്ട് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് താറിന്റെ നോർമൽ വാഹനങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന, അതായത് 3 ഡോർ താറിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ, സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഈ ഒരു 3 ബട്ടണിലൂടെയാണ് അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, പലരും താറിനൊക്കെ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, മീൻസ് കൺസേൺ ആണ് മൈലേജ് കുറവാണെന്ന്. ഇതിപ്പോ ഡീസലില് 14 km/ലിറ്റർ ആണ് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത്. ഞാൻ ഇതിന്റെ ഓണറോട് ചോദിച്ചപ്പോൾ 16 വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ലോങ് ഒക്കെ പോകുന്ന സമയത്ത്. ഇതിപ്പോ സിറ്റിയിൽ ഓടിയിട്ടാണ് 14 km മൈലേജ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് കിലോമീറ്ററിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മളുടെ ടയറിന്റെ ഡയറക്ഷൻ, ഫ്രണ്ട് വീലിന്റെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, സെറ്റിംഗ്സ് ഓപ്ഷൻസ്, ട്രിപ്പ്, അങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ഡേറ്റിൽ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. 7 ഇഞ്ചിന്റെ ഒരു സ്ക്രീനാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റി ഒക്കെ തരുന്ന സ്ക്രീനാണിത്. ഇതിനകത്ത് USB കണക്ട്, ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഒന്നുമല്ല, USB കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസേ വരുന്നുള്ളൂ. ഐതർ നിങ്ങൾക്ക് ഈ സിസ്റ്റം വെച്ച് തന്നെ യൂസ് ചെയ്യാം, നല്ല മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് സിസ്റ്റം ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് ആക്സസറി ചെയ്തിരിക്കുന്നത്. ബാക്കിലെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC കൺട്രോൾസ് കൊടുത്തിരിക്കും, AC വെൻസ് കൊടുത്തിരിക്കുന്നത് അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ്. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം. ഇവിടെ നമ്മുടെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡാഷ് ക്യാമിന്റെ ഒരു കണക്ഷനാണ് അതിനകത്ത് കൊടുക്കുന്നത്. ഡാഷ് ക്യാം അതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ബേസ് വേരിയന്റിൽ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് വെച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷനുള്ള 2 ക്ലിക്ക് കീസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും കീലെസ് എൻട്രിയുടെ ഒരു ഫീച്ചർ മാത്രമേ അതിനകത്ത് മിസ്സിംഗ് ഉള്ളൂ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഗിയർ ലിവർ, ടോപ്പിലെല്ലാം ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ, ഇവിടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. നമുക്ക് സെന്റർ ആംബ്രസ്റ്റ് ഈ ഒരു കോർണറിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് 2 ഓപ്പൺ ചെയ്യുമ്പോൾ 2 ടോട്ടലി ഓപ്പൺ ചെയ്യുന്ന അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ആണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് അതിന്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. പിന്നെ സൺവൈസസ് വിത്ത് മിറേഴ്സ് ആണ് വരുന്നത്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IR VMs ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ ബേസ് വേരിയന്റില് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് ഹോൾഡർ, സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് വരുന്നത്. 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും ഡോറുകൾ. 90 അല്ല, ചിലപ്പോൾ തള്ളിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡോർ തുറക്കും. അത്രയും വൈഡായിട്ട് നമുക്ക് തുറക്കാനായിട്ട് പറ്റും. അകത്തേക്ക് കയറി ഇറങ്ങാൻ കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ താറെന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് എന്നുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാൻ ഡ്യുവൽ ടോൺ ആണ് ഇവിടെ മീൻസ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. താഴെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ഇവിടെ ബ്ലാക്ക് ഫിനിഷിലാണ്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് AC വെൻസ് ബാക്കിലേക്ക് വരുന്നുണ്ട്. ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. സീറ്റിന്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സെന്റർ പാസിന് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കാണാം. നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഈ സീറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ജസ്റ്റ് ഒരു ലിവറിൽ പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് ഇവിടെ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ലിവറിൽ പുൾ ചെയ്ത് നമുക്ക് ഇതിന്റെ സ്ലാൻഡിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോ ഒരു ഫുൾ ലെങ്ത്തിൽ സ്ലാൻഡിംഗ് പൊസിഷനിലാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം കയറ്റി വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു 20 സെന്റിമീറ്റർ അടുത്ത് ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ സീറ്റുകളാണ് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. വളരെ കംഫർട്ടായിട്ട് ഇരുന്ന് ലോങ് ഡ്രൈവ് ഒക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ താർ 3 ഡോറിനെ വെച്ച് ഫാർ ബെറ്റർ ആണ്. പിന്നെ ബാക്കിൽ നമുക്ക് സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും. 4 സ്പീക്കർ ഉള്ളൂ. ട്യൂട്ടർ ഒന്നും ഈ വേരിയന്റിൽ കൊടുത്തിട്ടില്ല. എന്നാലും ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഡീസന്റ് ക്ലാരിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. സെന്റർ മൗണ്ടറായിട്ട് റീഡിംഗ് ലൈറ്റും കൊടുത്തിരിക്കുന്നത് അത് LED ആയിട്ടാണ് വരുന്നത്. താർ റോക്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് താർ റോക്സ്. ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസെന്റ് കൺട്രോൾ, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, TPMS പോലെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇത് ബേസ് വേരിയന്റ് തൊട്ടേ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഇതിന്റെ ഡീസൽ ഓപ്ഷനാണ്. ഒരു 2.2 ലിറ്റർ MHOK 4 സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. നമ്മളുടെ സ്കോർപിയോ അല്ലെങ്കിൽ XUV 700 ഒക്കെ കണ്ട സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. 150 HP ആണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ. 330 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 15.2 റിയൽ ലൈഫിൽ ഒരു 12-നും 14-നും ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ തന്നെ കണ്ടാണ് ആവറേജ് കാണിക്കുന്നത് 14 km/ലിറ്റർ ആണ്. ഇതിന്റെ ഒരു പെട്രോൾ വേരിയന്റ് അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് പെട്രോൾ വരുന്നുണ്ട്. പെട്രോളിന് 2 ലിറ്റർ M സ്റ്റാലിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 160 HP ആണ് പവർ. ഈ ഡീസൽ എഞ്ചിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ വിത്ത് 330 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. അതിന് ആവറേജ് മൈലേജ് കമ്പനി പറയുന്നത് 12.4 കമ്പനി പറയുന്ന മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 10-നും 12-നും ഇടയ്ക്കൊക്കെ നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ താറിന് പ്രത്യേകിച്ച് യാതൊരു ഓഫറുകളും അവൈലബിൾ അല്ല. മീൻസ് താർ റോക്സിന് ഇപ്പോൾ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ MX1 പെട്രോൾ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് 12,99,000 രൂപ. ആ ഇൻട്രൊഡക്ഷൻ പ്രൈസ് മാറ്റിയിട്ടില്ല. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,75,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഡീസൽ ബേസ് വേരിയന്റ് ആണ്. ഇതിന് എക്സ്ഷോറൂം പ്രൈസ് 14,29,000 രൂപ. ഏകദേശം 30,000 രൂപ കൂടിയിട്ടുണ്ട്. ലോഞ്ച് ചെയ്ത സമയത്ത് 13,99 ആയിരുന്നു. ഇപ്പോൾ 14,29 ആയിട്ടുണ്ട്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 17,30,500 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഈ കാണുന്ന ആക്സസറീസ് ഒക്കെ ചെയ്തു വന്നപ്പോൾ അവർക്ക് 1,25,000 രൂപയുടെ അടുത്താണ് അലോയ്സ് ഉൾപ്പെടെ അഡീഷണലി വന്നത്. പക്ഷേ ഈ ചെയ്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം ഈ വാഹനത്തിന്റെ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 18 ലക്ഷം 19 ലക്ഷം രൂപയുടെ അടുത്ത് ഈ വാഹനത്തിന് പ്രൈസ് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്തൊരു വേരിയന്റ് MX3 വേരിയന്റ് ആണ്. MX3 വേരിയന്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് MX3 വേരിയന്റിലാണ്. MX3 വേരിയന്റിൽ പെട്രോൾ മാനുവൽ വരുന്നില്ല, പെട്രോൾ ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. അതിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 15,29,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 18,80,000 രൂപ. MX3 പെട്രോൾ ഓട്ടോമാറ്റിക്. MX3 നമുക്ക് പക്ഷേ ഡീസൽ മാനുവൽ വരുന്നുണ്ട്. 16,29 എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 20,10,000 രൂപ. ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 17,79 എക്സ്ഷോറൂം പ്രൈസും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 21,90,000 രൂപയാണ് ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത്. അതായത് താർ റോക്സിന്റെ ഒരു ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിമം 21,90,000 രൂപയെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ക്രെറ്റയുടെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന EX ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ പ്രൈസിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് കിട്ടും. ഇപ്പോൾ അത് നോക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഗോ ആൻഡ് ടെസ്റ്റ് ഡ്രൈവ് താർ ഓൾസോ. ഇത്രയും ഒരു വലിയ SUV കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടാവുക താർ റോക്സ് തന്നെയായിരിക്കും. ഫീച്ചേഴ്സിൽ ചെറിയ ചെറിയ കോംപ്രമൈസ് ഒക്കെ വേണ്ടി വരും. പക്ഷേ MX3 ഓട്ടോമാറ്റിക്കിലേക്ക് ചെന്ന് അലോയ്സ് ഒഴിച്ച് ബാക്കി ഇന്റീരിയറിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളൊരു ഫുൾ സൈസ് SUV ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ കോമ്പാക്ട് SUV ആണ് നോക്കുന്നത്, അതൊരു മാനുവൽ മതി, നിങ്ങളുടെ ബഡ്ജറ്റ് 15 ലക്ഷത്തിനും 17 ലക്ഷത്തിനും ഇടയ്ക്കാണ് എങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട ഒരു വാഹനമാണ് റോക്സിൻ്റെ ഈ MX1 വേരിയൻറ്റ്. ഇപ്പോൾ ബ്രസ ടോപ്പ് എൻഡ്,
നെക്സോൺ ടോപ്പ് എൻഡ്, XUV 3XO ടോപ്പ് എൻഡ്, വെന്യൂ ടോപ്പ് എൻഡിൻ്റെ ഒക്കെ പ്രൈസിന് നിങ്ങൾക്ക് അത്രയും ഫീച്ചേഴ്സ് വേണ്ട, സൺറൂഫ് പോലെയുള്ള ഫാൻസി ഫീച്ചേഴ്സ് ആ സംഭവങ്ങളൊന്നും വേണ്ട, എന്നാൽ ഒരു ഫുൾ സൈസ് SUV വേണം, മാനുവൽ മതിയെങ്കിൽ ഗോ ഫോർ താർ റോക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഹീന്ദ്ര റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. റോക്സിന് ഇപ്പോൾ പണ്ടത്തെ അത്രയും ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല, 2-3 മാസം കൊണ്ടൊക്കെ വാഹനം ലഭിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേരിയൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അവർ ഷെയർ ചെയ്ത് തരും. 90% ഓൺ റോഡ് ഫണ്ടിങ് ലഭിക്കുന്നുണ്ട്. 7 കൊല്ലത്തേക്ക് EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 ലക്ഷം രൂപയൊക്കെ ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഏത് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 2-3 ആ ഒരു ബഡ്ജറ്റിനിടയ്ക്ക് നിങ്ങൾക്ക് ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.